അവിടെ ഒരു മാസത്തിലൊരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യും. ബസ്സിൽ യാത്ര ചെയ്യുന്ന പറഞ്ഞാൽ റിലീസ് പടം കാണാനാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് വടകര മാത്രമേ തിയേറ്ററിൽ റിലീസ് പടം ഉണ്ടാവും. അപ്പം ബാബുവേട്ടൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല പാട്ടൊക്കെ കേട്ട് ബസ്സിൽ പോകണം. അപ്പോൾ വടകരക്ക് ടിക്കറ്റ് എടുത്തു. കണ്ടക്ടർ എടുത്ത് 100 രൂപ കൊടുത്തു. വടകര എന്നാണ്. കണ്ടക്ടർ പറഞ്ഞു ബാക്കി പൈസ തരാമെന്നോ. അപ്പോഴത്തെ ബാബുവേട്ടൻ ടെൻഷനായി. കണ്ടക്ടർ ഇങ്ങനെ പോകുമ്പോൾ കണ്ടക്ടർ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കും. ഒരു 2 കിലോമീറ്റർ അപ്പുറം എത്തിയേ അല്ല എൻ്റെ ബാക്കി എന്നാണ്. തരാം, നിങ്ങൾ വടകരക്കല്ലേ, ലാസ്റ്റ് സ്റ്റോപ്പില്ലേ, തരാമെന്ന് പറഞ്ഞു. പിന്നെ ബാബുവേട്ടൻ ആകെ ടെൻഷനാണ്. അപ്പോൾ പറഞ്ഞു എൻ്റെ ബാക്കി തരുമെന്ന് ചോദിച്ചു. നിങ്ങൾ ഇത്തിരി സമയം ഇത് ആലോചിച്ചിരിക്കുക, ഇതെന്തായത് ഞാൻ വടകരത്തിന് തരുമല്ലേ. അല്ല നിങ്ങൾ അതിങ്ങ് തന്നിട്ടുണ്ട്, എനിക്ക് വേറെ എന്തെങ്കിലും ആലോചിക്കാനോ എന്ന് പറയും ബാബുവേട്ടൻ. കാരണം ഒരുപാട് കാഴ്ചകളും പാട്ടും ഒന്നും എനിക്ക് കേൾക്കാനാവുന്നില്ല. ഇതൊരു പക്ഷേ പലരുടെ അനുഭവമായിരിക്കും അല്ലേ. അങ്ങനെ ബാബുവേട്ടൻ കരുതി എന്നാൽ കണ്ടക്ടർക്ക് ഒരു പണി കൊടുക്കണം. അടുത്ത മാസം വീണ്ടും എന്ത് ചെയ്ത് ബാബുവേട്ടൻ അതേ ബസ്സിൽ തന്നെ പോയി 100 രൂപ കൊടുത്ത് ബാക്കി തരാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നാണ്. മൈൻഡ് ചെയ്തില്ല. കുറച്ചങ്ങോട്ട് എത്തി വടകരൻ്റെ തൊട്ടിപ്പുറത്തെ സ്റ്റേഷനിലെത്തിയിട്ട് എന്ത് ചെയ്തെന്ന് അറിയാൻ ബാബുവേട്ടൻ ഞാനങ്ങ് ഇറങ്ങി തെറ്റിക്കളിഞ്ഞു. എന്നെ നോക്കിയിട്ടുണ്ടാവും ബാക്കിക്ക് കണ്ടക്ടർ വടകര സ്റ്റാൻഡിൽ നിന്ന് നോക്കി നടക്കുന്നത്. ഞാൻ കണ്ടക്ടർക്ക് ഞാൻ അങ്ങ് പണി കൊടുത്ത്. ഇതുപോലുള്ള ബാബുവേട്ടന്മാർ ഒരുപാട് തമാശകളൊക്കെ ആയിട്ട് ഇനിയും വരും. എനിക്കറിയാവുന്ന ഒരു ബാബുവേട്ടൻ്റെ കഥ പറയാം. അദ്ദേഹത്തിന് നിങ്ങൾക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇടവേള ബാബുവേട്ടൻ. ഇടവേള ബാബുവേട്ടൻ നമ്മുടെ സിനിമയുടെ 100ാം വാർഷികം എങ്ങാണ്ട് മദ്രാസിൽ ആഘോഷിക്കുന്ന ഒരു വലിയ ചടങ്ങ്. ചിരഞ്ജീവി, നാഗാർജുന, മമ്മൂക്ക, ലാലേട്ടൻ, കമലഹാസൻ, രജനീകാന്ത്, സർവമാന ആൾക്കാരുണ്ട്. ജയലളിത മാഡം ഫ്രണ്ടിലിരിക്കണം. അങ്ങനെയൊക്കെ ഒരു വലിയ ചടങ്ങാണ്. തുടക്കം ജയറാമേട്ടൻ്റെ വലിയ 100 പേര് നിൽക്കുന്ന മേളം, അങ്ങനെയൊക്കെയുള്ളൊരു ഷോയാണ്. അപ്പം ഈ ജയലളിതയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ ബ്ലാക്ക് ക്യാറ്റ് പ്രൊട്ടക്ഷനാണ്. ഇത്രയും VIP ഒന്നിച്ച് വന്നിരിക്കുകയാണല്ലോ. ഫ്രണ്ടിലൊരു ചെറിയ നെറ്റ് പോലത്തെ ഒരു സാധനമുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലാണ് ജയലളിതയൊക്കെ. തൊട്ടു ബാക്കിൽ മലയാളത്തിലെയും തമിഴിലെയും തെലുങ്കിലെയും കന്നഡയും എല്ലാ നിര താരങ്ങളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ചില ആൾക്കാർ നോക്കിയപ്പം ഫ്രണ്ടിൽ ജയലളിത ഇരിക്കുന്നതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഇടവേള ബാബുചേട്ടൻ ഇരിക്കുകയാണ്. എല്ലാ നടന്മാർക്കും ഇതങ്ങ് പ്രശ്നമായി. കാരണം ചിരഞ്ജീവി തൊട്ട് സർവമാന ആൾക്കാരും പുറകിലിരിക്കുന്നു. ഇടവേള ബാബുചേട്ടൻ ഫ്രണ്ടിൽ ജയലളിതയുടെ കൂടെ ഇരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആകെ പ്രശ്നമായി. ഇടവേള ബാബുചേട്ടനാണെങ്കിൽ മിണ്ടാതെ ഇങ്ങനെ വട്ടി പിടിച്ച പോലെ അവിടെ ഇരിക്കുകയാണ്. ചിരിക്കുന്നുമില്ല, കരയുന്നില്ല, ഒന്നുമില്ല. വേറെ ഒരു ഇമേജൊക്കെ ഇട്ടിട്ട് പുള്ളി അവിടെ ഇരിക്കുകയാണ്. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റോറിയത്തിൽ കയറി കഴിഞ്ഞിട്ട് രണ്ടാമതൊന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി പോയിട്ട് പുറത്തോട്ട് വരുമ്പം പുള്ളിനെ പോലീസ് തടഞ്ഞു. എവിടെ പോകാമെന്ന് ചോദിച്ചു. എന്നാൽ പുള്ളി പറഞ്ഞു അമ്മ സെക്രട്ടറി എന്ന് പറഞ്ഞു. പുള്ളി അമ്മയുടെ സെക്രട്ടറി ആണല്ലോ. തമിഴ്നാട്ടിൽ അമ്മയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ജയലളിതയുടെ സെക്രട്ടറിയാണ്. സാർ വാങ്ങോ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടിരുത്തിയിട്ട് 2 പേര് തോക്കുമായിട്ട് ഇടതും വലതും. പുള്ളിക്ക് ചിരിക്കാനും വയ്യ, കരയാനും പോയിന്. വേറെ വല്ലൊരുന്ന് പറഞ്ഞാൽ വെടിവെക്കുമെന്ന് പേടിച്ചിട്ട് 2.5 മണിക്കൂർ മിണ്ടാണ്ടിരുന്ന് ഷോ കണ്ടിട്ട് പോയി. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കൊറോണ ആയിട്ട് പോലും പലരുടെയും മനസ്സിൽ അസൂയയും കുശുമ്പും കാര്യങ്ങളും പ്രളയമൊക്കെ വന്നിട്ട് ഒന്നും പോയിട്ടില്ല. കുറച്ച് ചേറുകൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഉള്ളിലെ ചേറുകളെല്ലാം കാക്കക്ക് തീറ്റ കൊടുക്ക്, നിങ്ങളെ ഉള്ളിലെ പൊട്ടകളെല്ലാം കാറ്റിൽ കൊളുത്തിപ്പറത്ത്, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാവരും അങ്ങനെ തന്നെയാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാവരും അങ്ങനെ തന്നെയാ. താങ്ക് യു.